ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്കൊരു ചെറിയ നോമ്പ് തുറയുണ്ട് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു നോമ്പ് തുറ നമ്മുടെ താഴത്തെ പാർക്കിൽ തന്നെയായിട്ട് ഒരു നോമ്പ് തുറയുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ 2-3 സ്നാക്സും ഉണ്ടാക്കണം, ഒരു ജ്യൂസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബീഫിൻ്റെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബീഫ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് എനിക്ക് ടൈം കിട്ടാഞ്ഞത് കൊണ്ട് അത് ഉണ്ടാക്കാതെ ഞാൻ ആ മസാല അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മസാല വെച്ചിട്ട് ഒരു ബീഫിൻ്റെ പോള ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ബീഫിൻ്റെ സമൂസ, പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വെച്ചിട്ട് ചിക്കൻ ചീസി ബേക്ക്ഡ് ബർഗറിൻ്റെ മുകളിൽ വെച്ചിട്ട് ചീസൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം, പിന്നെ ക്യാരറ്റ് ജ്യൂസ്, ഇതൊക്കെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഇക്കാക്കും പിള്ളേർക്ക് നോമ്പുണ്ട്. അപ്പോൾ അവർക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തകൃതിയായിട്ട് പണികൾ തുടങ്ങി. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും തൈരൊക്കെ ഇട്ടിട്ട് അത് ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഈ ബീഫിൻ്റെ മസാല സമൂസ ഷീറ്റിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റ് തന്നെയാണ് വാങ്ങിക്കാറ്. അതൊന്ന് റോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് മൈദയുടെ മിക്സിലൊന്ന് മുക്കി ഒന്ന് ഒട്ടിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 20ഓളം സമൂസ ഉണ്ടാക്കിയിട്ടാണ്. ബാക്കി മസാല വെച്ചിട്ട് ബീഫിൻ്റെ പോളയും ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ ഇറാനി പോള തന്നെ ചിക്കൻ്റെ മസാലയ്ക്ക് പകരം ഈ ബീഫിൻ്റെ മസാല വെച്ചിട്ട് ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങളൊരു 7 പേരുണ്ട്. ഞങ്ങൾ സെൻട്രൽ കേരളയിൽ തന്നെ ഉള്ളവരാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ട് അങ്ങനെ കൂടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സ്നാക്സും ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. പെട്ടെന്ന് തന്നെ ചെറിയൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഓരോരുത്തർ എന്താ കൊണ്ടുവന്നതെന്ന് അങ്ങനെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവരാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ സെൻട്രൽ കേരളയുടെ പരിപാടിക്ക് പോയപ്പോൾ ഞാനൊരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് ഫ്ലോപ്പായെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനത് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനത് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ കുടിച്ചപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അങ്ങനെ കേട്ടോ പറഞ്ഞതൊക്കെ പറഞ്ഞത് കളയണ്ട, നീ ഫ്രീസറിലേക്ക് വെച്ചേക്ക്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സജ്ജയിൽ കുറച്ച് പേരെയൊക്കെ വെച്ചിട്ട് ഉള്ളൊരു നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അത് ഫുള്ള് തീരെ ചെയ്തേട്ടോ. അത് ആരും ഒന്നും പറഞ്ഞില്ല, നന്നായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ. അതങ്ങനെ വേസ്റ്റായി പോയില്ല. എന്തായാലും 2 ലിറ്റർ തന്നെ ആയതുകൊണ്ട് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഇക്കാക്ക് ബാക്കി കൊടുത്തു വിട്ടില്ല. അത് കുടിച്ചിട്ട് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഫ്രീസറിൽ വെച്ച് അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേസ്റ്റായി പോയില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ബാക്കി എന്ത് സംഭവിച്ചു എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പറയാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ മെയിൻ ഡിഷായിട്ട് ഞാൻ വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ ആണ് ഇട്ട് ഉണ്ടാക്കുന്നത്. കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പറഞ്ഞ റെസിപ്പിയാണ്. നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കുറുക്കിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് വരട്ടി ആ വെള്ളം വറ്റുന്ന വരെ ഒന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് നോർമൽ അരിപ്പൊടിയും കുറച്ച് വെള്ളവും പിന്നെ ഉപ്പും ഈസ്റ്റും വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതും ഒരു പീസ് ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ സ്റ്റൂ, അപ്പോൾ അതും ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നോമ്പ് എത്ര പെട്ടെന്നാണ് വന്നു പോയെന്ന് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും ഫാസ്റ്റിൽ റമദാൻ അങ്ങനെ മുന്നിലൂടെ കടന്നു പോയത്. ഇത് ചിലപ്പോൾ ലാസ്റ്റത്തെ ഇഫ്താർ വ്ളോഗായിരിക്കും കേട്ടോ ഇൻഷാ അല്ലാ. അങ്ങനെ കണ്ണടച്ച് തുറക്കും മുമ്പേ നമ്മുടെ റമദാൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പിനെയും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ വെജീസ് എല്ലാം കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ചിക്കൻ ചീസി ബേക്ക്ഡ് ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 2 വെജിറ്റബിൾസ് വേണം, ക്യാപ്സിക്കം വേണം, ടൊമാറ്റോ വേണം. അപ്പോൾ 2ൻ്റെയും അകത്തുള്ള കുരു കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അത് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ ഓൾറെഡി മസാല വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച വെജീസിലേക്ക് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പൊടികളായിട്ട് വേറൊന്നുമില്ല, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സും സോൾട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസും
ചില്ലി സോസും ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പിസ്സയുടെയൊക്കെ ഓർഗാനോ ഇടുമ്പോൾ തന്നെ ഒരു പിസ്സയുടെയൊക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. എന്നിട്ട് അത് നമ്മളുടെ ബർഗറിൻ്റെ പൊക്കത്താണ് വെക്കുന്നത്. ബർഗറിൻ്റെ 2 ഭാഗം ഉണ്ടല്ലോ, 2 പോർഷനിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചീസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് ആ ചീസൊന്ന് മെൽറ്റ് ചെയ്യുന്ന വരെ ഒന്ന് ഇതാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസി ബേക്ക്ഡ് റെഡി ആവട്ടെ. ഭയങ്കര സിമ്പിളാണ്, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് സക്സസ് ആയി, അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനും ഇടുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചിക്കൻ കുറുമയിലേക്ക് കുറച്ച് തേങ്ങയും നട്ട്സും കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ സ്പൈസസ് കുറച്ച് പൊട്ടിക്കണമായിരുന്നു, ഏലക്ക, ഗ്രാമ്പൂ, പട്ടയൊക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് വിട്ടുപോയി. അപ്പോൾ അതും കുക്കറിൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ കറിയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂസിലേക്ക് ക്യാരറ്റ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജ്യൂസും അങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ഒരു ജഗ് വീട്ടിലേക്കും പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ. അപ്പോൾ ഒരു 1 ലിറ്റർ പാല് അത്ര എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 വലിയ ക്യാരറ്റും അത്രയാണ് കേട്ടോ ജ്യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ജ്യൂസ് ആദ്യമായിട്ട് ഈ റമദാനാണ് ഞാൻ ട്രൈ ചെയ്തത്. അന്ന് തുടങ്ങി ഇവിടെ ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ വെറുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അങ്ങനെ നമ്മൾ വേവിച്ച ക്യാരറ്റും കുറച്ച് ഷുഗർ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡും കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ കസ്റ്റാർഡ് നമ്മൾ പാലിൽ കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കുക. കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് നമ്മളുടെ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ടുള്ള മിക്സ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഈ ക്യാരറ്റിൻ്റെ മിക്സും കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ഒരുമിച്ച് മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഐസ് ക്യൂബൊക്കെ ഇട്ട് മധുരമൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നിട്ട് അതിലേക്ക് കസ്കസ് വെള്ളത്തിലിട്ടത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതാണ് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ്. അപ്പോഴത്തേനും ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണെങ്കിലും നല്ല ചോപ്പ് ചെയ്താലേ അത് സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ബീഫ് പോളയാണ് കേട്ടോ. ബീഫിൻ്റെ മസാല ഓൾറെഡി ആക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി കഴിയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മൈദയുടെ ബാറ്റർ മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. 2 മുട്ട, 1 കപ്പ് മൈദ, 1/2 കപ്പ് പാല്, പിന്നെ 1/4 കപ്പ് ഓയിലും സോൾട്ടും പെപ്പറും കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ പോള സെയിം ഉണ്ടാക്കുന്ന പോലെ തന്നെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് വലിയ ജോലികളായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എന്ന് വലിയ ഹറിബറിയോ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ചില ദിവസങ്ങളിൽ കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പണിയെടുത്താലും തീരാത്ത പോലെ തോന്നും കേട്ടോ. ചിലപ്പോൾ ഒരു മടുപ്പ് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഒരുപാട് ഉണ്ടാക്കാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും, തീരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചില ദിവസങ്ങളിൽ എത്ര ജോലി ഉണ്ടെങ്കിലും പെട്ടെന്ന് തീരുന്ന പോലെ അങ്ങനെയും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവാറില്ല. അപ്പോൾ ഓരോ ദിവസത്തെ മൂഡും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. അങ്ങനെ ഇന്നെന്തായാലും വേഗം പണിയൊക്കെ കഴിഞ്ഞ് നല്ല കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആ കറക്റ്റ് ടൈമിന് എത്തണം എന്നുള്ളൊരു ഇത് കൂടുതലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ സെൻട്രൽ കേരളയുടെ മീറ്റിങ്ങിനാണെങ്കിലും ഫസ്റ്റ് അവിടെ എത്തിയത് ഞാനാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ തന്നെ അവിടെ എത്തിപ്പെടും, ഞാൻ എങ്ങനെയും എത്തിപ്പെടും. പക്ഷെ ഇക്ക നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ 1 മണിക്ക് മീറ്റിങ്ങെങ്കിൽ 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളായിരിക്കും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ ഒരു കാര്യത്തിന് ഭയങ്കര എക്സ്ട്രീമാണ്. അങ്ങനെ ബീഫ് പോളയുടെ മസാല ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു 4 മിനിറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് മുകളിൽ ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വരും. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എന്ത് മസാലയാണോ, ചിക്കൻ്റെ ആണോ ബീഫിൻ്റെ ആണോ ഏത് മസാലയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. ആ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ റെഡ് ക്യാപ്സിക്കം ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ചെറിയ പോർഷൻസും മല്ലിയിലേക്ക് ഇട്ട് അതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു 10 to 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും അടിഭാഗം ആയിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഓൾറെഡി ഒരു പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ അത് സേഫായിരിക്കും, അടിഭാഗം കരിയോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് അതിലേക്ക് തന്നെ തിരിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബീഫ് പോളയും റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസി ബേക്ക്ഡ് ഉണ്ടാക്കുന്നത് ബർഗറിലാണ് കേട്ടോ. അപ്പോൾ ഒരു ബർഗറിൽ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഇതിരിക്കണേ. ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അത്യാവശ്യം ചീസും ഇട്ട് കൊടുക്കുക കേട്ടോ. ചീസും ചിക്കനൊക്കെ ആയതുകൊണ്ട് നല്ലൊരു പിസ്സയുടെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഇതിന്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു.
അപ്പോൾ അതും ഒന്ന് ഓവനിൽ വെച്ചിട്ട് ആ ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 ബർഗറായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ആക്കി വെക്കുന്നത്. ഹംദാനും ആറൂനും അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇക്കാക്ക് ബർഗറിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ പിള്ളേർക്ക് മാത്രം 2 ബർഗർ അങ്ങനെ സെറ്റാക്കി. പിന്നെ നമ്മളുടെ സമൂസയും ഒന്ന് ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടാണ്. കാരണം ടേബിളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാസിം ഒന്നെങ്കിൽ എന്തെങ്കിലും ജ്യൂസിലേക്ക് എടുത്ത് മുന്തിരി എടുത്തിടും, പിന്നെ മുന്തിരിയൊക്കെ കഴിച്ച് തീർക്കും. അങ്ങനെ പല പല പരിപാടികൾ ചെയ്യും കേട്ടോ. അപ്പോൾ ടേബിൾ മേക്ക് എടുത്ത് വെക്കാൻ നിവർത്തിയില്ല. പിന്നെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് വെക്കാൻ തീരെ നിവർത്തിയില്ല. അത് എന്തായാലും അവൻ ജ്യൂസിലേക്ക് കൊണ്ടുപോയി ഒഴിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും കിച്ചണിൽ തന്നെയാണ് സെറ്റ് ചെയ്തത്. അപ്പോഴത്തേനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞും ഉറങ്ങാൻ വേണ്ടിയിട്ട് വാശി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ ഉടനെ അവൻ ഉറങ്ങിയത് പറയുകയും ചെയ്തിട്ടാണ്. അപ്പോൾ അവൻ്റെ തന്നെ ട്രോളിയാണ് ഞാൻ ബെസ്റ്റ് ഓപ്ഷനായിട്ട് എടുത്തത്. അപ്പോൾ എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാമല്ലോ. നമ്മുടെ ചിക്കൻ്റെ ഐറ്റം ഞാൻ കാസറോളായിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നിഫി. അപ്പോൾ ഞങ്ങൾ സെൻട്രൽ കേരളയുടെ പരിപാടിക്ക് മാത്രം ഞങ്ങൾ ഒരുമിച്ചായിരിക്കട്ടെ എപ്പോഴും ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ആദ്യം എത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കരാമയിലും ഒക്കെ പോയ ദിവസങ്ങളിൽ ദുബായിൽ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾറെഡി ക്ലൈമറ്റ് മാറി ചൂടായി എന്നൊക്കെ വിചാരിച്ച് വിഷമമായിരുന്നു. കാരണം നമ്മുടെ പെരുന്നാളും ആണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് നല്ല ചൂട് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ദുബായിലെ അവസ്ഥ. അങ്ങനെയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്ര കാറ്റും നല്ല തണുപ്പുമായിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. രാത്രി നോമ്പ് തുറന്ന് കഴിഞ്ഞ് കാറ്റ് കൊണ്ടിട്ട് സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റണ്ടായിരുന്നില്ല കേട്ടോ. അത്ര കാറ്റായിരുന്നു. അങ്ങനെ ഓരോരുത്തർ ഇതാ അവരുടെ റെസിപ്പീസും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതേ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പേര് വർക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ അവർ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ടുവന്ന്. ആരും പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മക്രോണി വെച്ചിട്ടൊരു പോള, അതാണ് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെമ്മീൻ്റെ ഉണ്ട, ആവിയേറ്റി എടുത്തിട്ടുള്ള ഉണ്ടയില്ലേ, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നൂഡിൽസ്, സ്പ്രിംഗ് ഓണിയൻ, കായ്പോള, വാട്ടർമെലൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു, ചിക്കൻ്റെ സമൂസ ഉണ്ടായിരുന്നു, ഉന്നക്കായ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ടിഷ്യൂ, ഡിസ്പോസിബിളിൻ്റെ പാത്രങ്ങൾ, പിന്നെ കപ്സ്, അങ്ങനെ ഓരോരുത്തർ ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോ സംഭവങ്ങൾ ഐറ്റംസൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നോമ്പ് തുറന്ന് ഉടനെ തന്നെ പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് എന്നിട്ടാണ് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചത്. ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അങ്ങനെ നോമ്പ് തുറന്ന് പിന്നെ സ്നാക്സ് കഴിച്ച് ഒരു 8:45 വരെ വർത്താനം കണ്ടാൽ അറിയാം നല്ല കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നോമ്പ് എന്തായാലും അടിപൊളി റാഹത്തായി. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞ് കിടന്നുറങ്ങായിരുന്നു. ഇക്കായും പിള്ളേരും പള്ളിയിൽ പോകാനായിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ വിശന്നിട്ട് വയ്യ ഫുഡ് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ വന്ന ഉടനെ അങ്ങനെ വെള്ളയപ്പമൊക്കെ ചുട്ട് തലേദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അതും കുറുമയൊക്കെ ആയിട്ട് അങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. പിള്ളേർ ഇപ്പോൾ കഴിക്കില്ല, ഇക്ക മാത്രം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ റെസിപ്പീസൊക്കെ നിങ്ങൾ ഉണ്ടാക്കാത്ത റെസിപ്പീസ് ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.